അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 50 ഭാഗങ്ങൾ ഇതിന്റെ മുമ്പ് നിങ്ങളിലേക്ക് ഈ ചാനലിൽ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായ പല മസാലകളും ഉൾപ്പെടുന്നതാണ്. മുഴുവനും കേട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഉണർത്തുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ അറിവുകൾ അവർക്ക് കൈമാറണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. 51ാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നമസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ മനഃപൂർവം ചെയ്താൽ നമസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ നമസ്കാരം ബാത്തിലാവാത്തതുമായ കാര്യങ്ങൾ ഉണ്ട്. അതിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഒരു ഫീലിയായ ഫർളിനെ ഇമാമിനോട് തുടരുക എന്ന ആവശ്യമല്ലാത്തതിനു വേണ്ടി വർദ്ധിപ്പിക്കൽ. ഫീലിയായ ഫർള്, റുകൂ, സുജൂദ്, ഇഅ്തിദാല്, ഇതുപോലെയുള്ള ഒരു ഫീലിയായ ഫർളിനെ ഇമാമിനോട് തുടരുന്ന ആവശ്യമല്ലാത്തതിനു വേണ്ടി അങ്ങനെ വർദ്ധിപ്പിക്കൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ വർദ്ധിപ്പിച്ചാൽ അവന്റെ നമസ്കാരം ബാത്തിലല്ല. അല്ലെങ്കിൽ അറിയാതെയാണ് വർദ്ധിപ്പിക്കുന്നത്, അവൻ ജാഹിലാണെങ്കിലും ഗൈറു മഅ്ദൂറാണ്, അവന് ഉദ്റില്ല. അങ്ങനത്തെ ജാഹിൽ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഉദ്റുള്ള ജാഹിലി ഇല്ല. കാരണം ജാഹില് 2 സൈസാണ്. ജാഹിൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ. 2 വിഭാഗമാണ്. ഒന്ന് മഅ്ദൂർ, ഉദ്റുള്ളവൻ, കാരണമുള്ളവൻ, അള്ളാഹുവിന്റെ അരികെ രക്ഷപ്പെടുന്നവൻ. 2 ഗൈറു മഅ്ദൂർ, കാരണമില്ലാത്തവൻ, അള്ളാഹുവിന്റെ അരികെ രക്ഷപ്പെടാത്തവൻ. ഇങ്ങനെ 2 വിഭാഗമാണ്. ഉദ്റുള്ളവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ ഉദ്റില്ലാത്തവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉദ്ർ എന്നാൽ കാരണം. അപ്പൊ കാരണമുള്ളവൻ മഅ്ദൂറായ ജാഹിലി എന്ന് പറയുന്നത് ഒന്നുകിൽ അടുത്ത ദിവസം ഇസ്ലാം സ്വീകരിച്ചവനാണ്. ഈ അടുത്ത് ഇസ്ലാമായിട്ടേ ഉള്ളൂ, അയാൾക്ക് ഇസ്ലാമിന്റെ ശരീഅത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ പണ്ഡിതന്മാരൊന്നുമില്ലാത്ത പർവ്വത നിരയിൽ മലഞ്ചെരുവിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഈ രണ്ടാലൊരു കാരണമുള്ള ആൾക്ക് മാത്രമാണ് മഅ്ദൂറായ ജാഹിൽ, ഉദ്റുള്ള ജാഹിൽ എന്ന് പറയുന്നത്. ഇതിൽ പെടാത്ത ആളുകൾക്കൊന്നും ഉദ്റുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമസ്കാരത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. ഒരു 2 മർഹല യാത്ര ചെയ്താലേ ഒരു പണ്ഡിതനെ കിട്ടൂ എന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ ഉദ്റില്ലാത്ത ജാഹിലി ആയ ഒരാൾ നമസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ, അഥവാ റുകൂഇനെ വർദ്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ സുജൂദിനെ വർദ്ധിപ്പിച്ചാൽ അയാളുടെ നമസ്കാരം ബാത്തിലല്ല. എന്നാൽ സുജൂദിന്റെ മുമ്പായി ഒരു ചെറിയ ഇരുത്തം അത് പൊറുക്കപ്പെടും എന്നാണ്. തിലാവത്തിന്റെ സുജൂദിന്റെ ശേഷവും പിന്തി തുടർന്നവന്റെ ഇമാമ സലാം വീട്ടിയതിനു ശേഷവും ഒരു ചെറിയ ഇരുത്തം പൊറുക്കപ്പെടും. 2 സമയത്ത് മാത്രമാണ് അത് പൊറുക്കപ്പെടുന്നത്. ഒന്ന്, തിലാവത്തിന്റെ സുജൂദ് ചെയ്തിട്ട് ആ തിലാവത്തിന്റെ സുജൂദ് ചെയ്ത നെറ്റി എടുത്തുകൊണ്ട് നേരെ ഖിയാമിലേക്ക് വരികയാണ് വേണ്ടത്, അവിടെ ഇരിക്കാൻ പാടില്ല.
എന്നാൽ ഒരാൾ അറിയാതെ ചെറിയൊരു ഇരുത്തം, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്ന് എഴുന്നേറ്റാൽ അത് പൊറുക്കപ്പെടും. അതുപോലെ മസ്ബൂക്കായ ആള് ഇനി ഇമാമു സലാം വീട്ടിയിട്ട് വീണ്ടും നിസ്കരിക്കാനുള്ള വ്യക്തി ഇമാമിന്റെ സലാം വീട്ടിൽ കുറഞ്ഞ സമയം, വളരെ കുറവ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ സമയം അവിടെ ഇരുന്നു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം ഇരുന്നാൽ അത് അവന്റെ അത്തഹിയാത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഓർക്കപ്പെടും. അത്തഹിയാത്തിന്റെ സ്ഥാനാണെങ്കിൽ പിന്നെ ഇരിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പൊ ഇമാമു സലാം വീട്ടിയ ഉടനെ എഴുന്നേൽക്കൽ മസ്ബൂക്കായ പിന്തി തുറന്ന വ്യക്തിക്ക് നിർബന്ധമാണ്. അയാളുടെ അത്തഹിയാത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്നാൽ അയാളുടെ നമസ്കാരം ബാത്തിലാകുന്നതാണ്. അയാളുടെ അത്തഹിയാത്തിന്റെ സ്ഥാനമാണെങ്കിൽ തന്നെ അതിനെ ദീർഘിപ്പിക്കൽ കറാത്തുമാണ്. അപ്പൊ നമസ്കാരം ബാത്തിലാകുന്ന കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഫീലിയായ ഫർദിനെ ഇമാമിനോട് തുടരുന്ന ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വിവരമില്ലാത്തവനാണെങ്കിലും ഉഴുതില്ലാത്തവനാണെങ്കിൽ അവൻ വർദ്ധിപ്പിച്ചാൽ അവന്റെ നമസ്കാരം ബാത്തിലാണ്. സുന്നത്തിനെ വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. ഉദാഹരണത്തിന് രണ്ട് കൈ ഉയർത്താൻ. രണ്ട് കൈ ഉയർത്തേണ്ട സ്ഥലങ്ങൾ പ്രത്യേകമായി നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ മുമ്പുള്ള ക്ലിപ്പുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ് രണ്ട് കൈ ചെവിയുടെ നേരെ ഉയർത്തേണ്ടത്. ചില ആളുകൾ അസ്ഥാനത്ത് ഉയർത്തും, അതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. അതുപോലെ തന്നെ ഖൗലിയായ ഫർള് അഥവാ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഫർള് അധികരിപ്പിച്ചു എന്നതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. തക്ബീറത്തുൽ ഇഹ്റാമോ സലാമോ അല്ലാത്ത ഫർദിനെ വർദ്ധിപ്പിച്ചാൽ നിസ്കാരം, ഖൗലിയായ ഫർദിനെ വർദ്ധിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ് പറഞ്ഞത്. തക്ബീറത്തുൽ ഇഹ്റാമോ സലാമോ ആണെങ്കിൽ ബാത്തിലാകും. അതേ പ്രകാരം തന്നെ ഫീലിയായ ഫർദിനെ മറന്നുകൊണ്ടോ അറിവില്ലാതെയോ വർദ്ധിപ്പിച്ചാൽ നമസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ നമസ്കാരം ബാത്തിലാവാതിരിക്കണമെങ്കിൽ അയാള് അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായാൽ അയാള് പിന്നെ സുഹുവിന്റെ സുജൂദ് ചെയ്യണം. അപ്പോ ഇതുവരെ പറഞ്ഞത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. ഇതേ പ്രകാരം നിസ്കാരം ബാത്തിലാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് നിസ്കാരത്തിന്റെ ഫർദിൽ നിന്ന് ഒരു ഫർദിനെ ഒഴിവാക്കൽ. നേരത്തെ പറഞ്ഞത് ഒരു ഫീലിയായ ഫർദിനെ അധികരിപ്പിക്കലാണ്. ഇപ്പോൾ പറയുന്നതും അതും ഒന്നല്ല. ഇപ്പോൾ ഫർദിനെ ഉപേക്ഷിക്കലാണ്. അപ്പൊ നിയ്യത്തിനെ ഒരാൾ ഒഴിവാക്കി, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിനെ ഒഴിവാക്കിയാൽ മനഃപൂർവ്വം മറന്നുകൊണ്ടോ ആണെങ്കിൽ അയാളുടെ നിസ്കാരം ആദ്യം മുതൽ തന്നെ സഹിയാവുകയില്ല. നിസ്കാരം എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. നിയ്യത്ത് വെച്ചാൽ നിസ്കാരം ഉണ്ടാവും. തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും അല്ലാത്തതിനെ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ അതിനെ അവൻ കൊണ്ടുവരണം, ആ ഒഴിവാക്കിയതിനെ. അതിന്റെ വിശദീകരണം നമ്മുടെ 45-ാമത്തെ വീഡിയോ കേട്ടു നോക്കിയാൽ അതിൽ ഉണ്ട് എന്നതിനാൽ ഇവിടെ വിവരിക്കുന്നില്ല. ഇതേപ്രകാരം നിസ്കാരത്തിന്റെ ഷർത്തിൽ നിന്ന് ഒരു ഷർത്തിനെ ഒഴിവാക്കൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. നിസ്കാരത്തിന്റെ ഒന്നുക്കലെ ഔറത്ത് മറക്കൽ. അങ്ങനെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 ഷർത്തുകൾ ഉണ്ടല്ലോ, ഒന്നും ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകും. പക്ഷേ പൊറുക്കപ്പെടാത്ത നജസ് ഒരാളുടെ ശരീരത്തിലേക്ക് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഴുകയും അപ്പോൾ തന്നെ അതിനെ അവൻ തട്ടിമാറ്റുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ നനഞ്ഞ പച്ചയായ നജസാണ് എങ്കിലേ ആ വസ്ത്രം തന്നെ അവൻ ഇടണം. അപ്പോഴാണ് നിസ്കാരം ബാത്തിലാവാതിരിക്കുക. ഉണങ്ങിയതാണെങ്കിൽ അതിനെ തട്ടി നീക്കിയാൽ മതിയാകുന്നു, അതിനെ തൊടുകയോ ചുമക്കുകയോ ചെയ്യാത്ത നിലക്ക്. ഇതേ പ്രകാരം കാറ്റ് ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഔറത്ത് ഒളിവാക്കുകയും അപ്പോൾ തന്നെ അവൻ അതിനെ മറക്കുകയും ചെയ്താൽ, അപ്പോൾ തന്നെ മറക്കുക എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, തുമഇനീനത്തിന്റെ ഒരു സമയമാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. അഥവാ ഒരു സുബ്ഹാനല്ലാഹ്
എന്ന് പറയുന്ന ആ സമയത്തിന്റെ ഉള്ളിൽ തന്നെ അയാൾ ഔറത്ത് മറക്കുകയും ചെയ്താൽ അയാളെ നമസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ് ഇതുവരെ പറഞ്ഞത്. മസ്അലകളാണ്. സംശയങ്ങളുള്ളവർ വീണ്ടും ബന്ധപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ തീർക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് ഇത് മനസ്സിലാവണം എന്നില്ല, പല തവണ കേട്ടു നോക്കി ഇത് മനസ്സിലാക്കണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു നമ്മയും നമ്മെ ബന്ധപ്പെട്ട എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.